തിരുവനന്തപുരം വിളപ്പിൽശാലയിൽ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്നൊരു പരാതി കഴിഞ്ഞ ദിവസം വന്നിരുന്നത് തുടർന്നൊരു യുവാവ് മരിച്ചതും എന്തായാലും നിർണായക CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്വാസം മുട്ടലിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച ബിസ്മിന് അസ്വസ്ഥതയുണ്ടാകുന്നതും സഹായം തേടുന്നതും ഒക്കെ ഈ ദൃശ്യങ്ങളിലുണ്ട്. കോളേജിൽ എത്തിച്ചപ്പോൾ അത് ജീവൻ പോയിരുന്നു എന്നാണോ പറഞ്ഞത്? ആംബുലൻസ് കയറിയതിനു ശേഷം സംസാരിച്ചിട്ടില്ല. ആംബുലൻസ് കയറ്റുന്നതിന് മുന്നേ ആ ഹോസ്പിറ്റലിൽ ആ നെബുലൈസേഷൻ കൊടുക്കുന്ന അവിടെ നിന്ന് വീൽ ചെയറിലോട്ട് ആ സമയം മുതൽ പുള്ളി സംസാരിച്ചു. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഈ വാർത്ത കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ഷോക്കിംഗായി. ആ ഒരു CCTV ദൃശ്യം. ഒരു രാത്രി 1:30 മണിക്ക് ഒരു സർക്കാർ ഹോസ്പിറ്റലിലേക്ക് വന്നൊരു ഭാര്യയും ഭർത്താവും. ഈ ഭർത്താവിന് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി പെടയാണ്. ആ സമയത്ത് ഗേറ്റ് അടച്ചിട്ട് എങ്ങനെയോ ഉള്ളിൽ കയറിയിട്ട് കോളിംഗ് ബെല്ലടിക്കുകയാണ്. ഡോക്ടർമാർ പുറത്ത് വരണ്ടേ? ആ ഉള്ളിലെ ഗ്രില്ല് അടച്ചിട്ടിക്കാണ്. ഒരു രോഗിക്ക് ഡോക്ടറെ വന്ന് ചികിത്സിക്കാൻ വരുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്തെ ഈ ഹോസ്പിറ്റലിൽ അവിടെ ഗ്രില്ല് അടച്ചിട്ടിക്കുക. ഈ ഒരു ഓടുന്നത് നോക്കി ഈ ഒരു ഭാര്യ ഒരു സമയം ഭർത്താവ് ജീവന് വേണ്ടി ശ്വാസം കിട്ടാതെ കിടന്ന് പെടയ 2 മക്കളുണ്ട്, ജീവൻ രക്ഷിക്കണേ, ഇപ്പം മരിക്കുന്നു പറഞ്ഞ് പെടഞ്ഞ് നിലവിളിക്കുമ്പോൾ അവിടെ ഗേറ്റ് തുറന്നിട്ടില്ല. ഒടുവിൽ അവിടുത്തെ സെക്യൂരിറ്റിക്കാരൻ വന്നു കഴിഞ്ഞിട്ട് കിട്ടിയൊരു അനാസ്ഥങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ ഒരു ഡോക്ടറുണ്ട്, നേഴ്സുണ്ട്, അവർ നല്ല ഉറക്കത്തിലാണ്. വന്നു കഴിഞ്ഞിട്ട് ആവി പിടിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ മരുന്നും കൂടി ചേർക്കാതെയാണ് ഈ ആവി പിടിപ്പിക്കണത്. അത് ചോദ്യം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലാണ്. എന്നിട്ട് ഉടനെ വേഗം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആർക്കും ആംബുലൻസിൽ കൂടെ വരാൻ തയ്യാറല്ല. ഒരു സാധാരണക്കാരൻ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴൊരവസ്ഥ. ഈ ബിൻസീർ എന്ന പേരുള്ള ഈ യുവാവ് 37 വയസ്സേ ഉള്ളൂ. ആ പോണ പോക്കിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞു മരണം നടന്നിട്ട് 20 മിനിറ്റായി എന്നുള്ളത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. എനിക്കറിയില്ല ഈ മനുഷ്യനെ, ആരാണെന്നറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യന് വേണ്ടി ഞാൻ സങ്കടപ്പെടില്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളൊക്കെ എല്ലാ സാധാരണക്കാരനും വേണ്ടിയുള്ളതാണ്. നമ്മളൊരു സർക്കാർ ഹോസ്പിറ്റലിൽ പോയാൽ ഇപ്പോൾ ഒരു മാസമായിട്ട് ഞാൻ ചുമ പിടിച്ച് കിടക്കുന്നത് പല സ്വകാര്യ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ടും ഒടുവിൽ എനിക്ക് ആശ്വാസം കിട്ടിയ സർക്കാർ ഹോസ്പിറ്റലിൽ ഒരൊറ്റ മരുന്നുകൊണ്ടാണ്. ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളുണ്ട്. ഞാൻ പറയുമ്പോൾ ഇത് സർക്കാരിൻ്റെ ഒരു കുഴപ്പമില്ല, മറിച്ച് അവിടുത്തെ ഹോസ്പിറ്റൽ അധികൃതരുടെ അനാസ്ഥ. ആ ഡോക്ടറും ബന്ധപ്പെട്ട ആളുകളും ഒന്ന് മനസ്സ് വെച്ചിരുന്നു, ഒന്ന് അവർക്ക് വേണ്ട CPR കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ ജീവനോടുണ്ടാകും. പക്ഷേ ആ കറക്റ്റായിട്ട് ആ നെബുലേഷൻ, ആ ആവി പിടിപ്പിക്കൽ കൃത്യമായിട്ട് നടന്നിരുന്നെങ്കിൽ, അവർക്ക് വേണ്ട CPR കൊടുത്തിരുന്നെങ്കിൽ, എൻ്റെ റബ്ബ്, ഈ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ? ആ മനുഷ്യൻ ജീവന് വേണ്ടി പറയണം, ശ്വാസം കിട്ടാത്തൊരവസ്ഥ. തിരുവനന്തപുരത്താണ് ജാസ്മിൻ. ആ ഭാര്യ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ ഷോക്കായിപ്പോയി. ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, മിനിറ്റുകളോളം നിങ്ങൾ പുറത്തിരിക്കുന്നു, കരയുന്നു, പക്ഷെ ആരും വന്നില്ല, ആ ഗേറ്റ് തുറന്നില്ല, ഗ്രില്ല് തുറന്നില്ല. അതെങ്ങനെയായിരുന്നു ആ സമയം? എല്ലായ്പ്പോഴും അവിടെ അങ്ങനെയാണ്. ഞങ്ങൾ വെള്ളിയാഴ്ച രാത്രി പോയപ്പോഴും അവിടെ ബെല്ലടിച്ച് അവർ എണീറ്റ് വന്ന് OP ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ രോഗിയെ നോക്കാറുള്ളൂ. ഈ അന്നത്തെ ദിവസം അവർ ഉറക്കത്തിൽ നിന്ന് വന്നിട്ട് അവർക്ക് പൂട്ട് തുറക്കാൻ അവർക്ക് പറ്റുന്നില്ല. അന്ന് ഒരുപാട് താമസിച്ചിട്ടാണ് പൂട്ട് തുറന്നത്. അപ്പോഴും ഇക്കൊക്കെ ഇവിടെ മരണവെപ്രാളം പോലെ തന്നെയായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല, എനിക്ക് ശ്വാസം കിട്ടുന്നില്ല, നെഞ്ചുവേദന അല്ല, ശ്വാസം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കരയാണ്. അപ്പം ഞാനിങ്ങനെ സമാധാനിപ്പിക്കാൻ അവിടെ ഇരിക്കുകയും ഞാനിപ്പോൾ വിളിക്കാം. എന്നിട്ട് ഞാൻ ആ ഗ്രില്ലിനപ്പുറത്ത് നിന്ന് അവരെ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞൊന്ന് ഓടി വരുമോ സിസ്റ്റർ, ഇത്തിരി ഓടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ വരുന്ന ദേഷ്യപ്പെട്ടിട്ടാണ് വരുന്നത്. അവരുടെ ഉറക്കം പോയതിൻ്റെതായിരിക്കും, പക്ഷെ നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്കല്ലേ. ഈ ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് ഞാൻ ചോദിക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറുമെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ നിന്ന് ആരും വരത്തില്ല എന്ന് പറഞ്ഞു. അവിടെ നേഴ്സുണ്ട്, ഡോക്ടറുണ്ട്, നഴ്സിംഗ് അസിസ്റ്റൻ്റ് ഉണ്ട്, ആ സെക്യൂരിറ്റി ഉണ്ട്. ഒരാളും എന്നെ സഹായിക്കാനില്ലായിരുന്നു. വേണ്ട, അവർ സഹായിക്കണമെന്ന് CPR കൊടുത്തിരുന്നെങ്കിൽ എനിക്കൊരു സമാധാനമായിരുന്നു. ആ മെഡിക്കൽ കോളേജിൽ പോകുന്നതിനിടയ്ക്ക് എൻ്റെ വാപ്പയും ചേച്ചിയുടെ മോനുമാണ് കയറിയത്. അപ്പോഴും ഞാൻ CPR കൊടുക്കാൻ നോക്കിയിട്ട് വാ തുറന്ന് നോക്കുമ്പോൾ നാക്ക് കടിച്ചു പിടിച്ചൊക്കെയാണ്. അപ്പോഴും മൂക്കിന്ന് വായിന്ന് പത വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ അവിടെ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവർ ചോദിച്ചത് CPR കൊടുത്തു എന്നാണ് ചോദിച്ചത്. ഈ കൊണ്ടുപോകുന്ന ഈ ഗ്യാപ്പാണ് അവർ പറഞ്ഞത് 20 മിനിറ്റായി പോയിട്ടെന്ന്. മെഡിക്കൽ കോളേജിൽ എത്തിച്ചപ്പോൾ അത് ജീവൻ പോയിരുന്നു എന്നാണോ പറഞ്ഞത്? ആംബുലൻസ് കയറിയതിനു ശേഷം സംസാരിച്ചിട്ടില്ല. ആംബുലൻസ് കയറ്റുന്നതിന് മുന്നേ ആ ഹോസ്പിറ്റലിൽ ആ നെബുലൈസേഷൻ കൊടുക്കുന്ന അവിടെ നിന്ന് വീൽ ചെയറിലോട്ട് ആ സമയം മുതൽ പുള്ളി സംസാരിച്ചിട്ടില്ല. അപ്പോഴും ഇവിടെ ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞു CPR കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഉണർന്നിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് CPR കൊടുക്കുന്നത്. ഈ പറയുന്ന സൂപ്രണ്ട് അവിടെ ഇല്ലായിരുന്നു, അവർ വാദത്തിന് വേണ്ടി പറയുന്നതാണ്. അല്ലെങ്കിൽ വീണ്ടും CCTV നോക്കിയല്ല അറിയാം. തിരിച്ച് ആംബുലൻസിൽ കയറ്റുന്ന സമയത്ത് എൻ്റെ ഇക്കാക്ക് ബോധമില്ലാത്ത ഒരാൾക്ക് CPR കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞാലേ അറിയാവോ? പറഞ്ഞിട്ട് പോലും അത് ചെയ്തില്ല. അതാണ്
എനിക്കും എൻ്റെ മക്കൾക്ക് ഞങ്ങളുടെ അല്ലേ നഷ്ടപ്പെട്ടത്, അവരുടെ ആരുമല്ല. ഇതെനിക്ക് ആരുടെ ജോലി പോകണമെന്നൊന്നും. പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് ഇത് ഇനി വേറൊരാൾക്ക് ഉണ്ടാവരുത്. അത് ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ. അതുകൊണ്ട് മാത്രം മുന്നോട്ട് പോകും. അള്ളാഹു ആ മരണപ്പെട്ടു പോയ ഒരാൾക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മൾ എന്ത് പറഞ്ഞിട്ടാണ് ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കുക? 2 മക്കൾ ഒരിക്കൽ പോലും അവർ കരുതിയിട്ടുണ്ടാവില്ല. അവർ ശ്വാസം മുട്ടായിട്ട് അവർ ഇരുചക്രവാഹനത്തിലാണ് ആ ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഒരു വന്നു കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ തുറന്നിരുന്നെങ്കിൽ, സംവിധാനങ്ങളെല്ലാം കൃത്യസമയത്ത് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ജാസ്മിൻ്റെ കൂടെ ആ ഭർത്താവ് ഉണ്ടാവും. ഭക്ഷണ വിതരണം ചെയ്യുന്ന തൊഴിലാളിയാണ് ഈ ഒരു മനുഷ്യൻ. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ ആശ്രയിക്കുന്നതാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ. ആ സർക്കാർ സംവിധാനങ്ങൾ അവരെ നായ കയറണ്ടെന്ന് കരുതിയിട്ടാണ് അത്ര ഗേറ്റ് അടച്ചിട്ട്. എന്നാൽ പിന്നെ കൃത്യമായിട്ടുള്ള ആ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അവർക്കവിടെ ഡോക്ടറും നഴ്സും ഉണ്ടായിരുന്നില്ലേ? കൃത്യമായുള്ളൊരു പരിചരണം അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് ഇന്നീ അവസ്ഥ ഉണ്ടാവുമോ? എന്തായാലും ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണം പുറപ്പെടുവിച്ചിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കട്ടെ, നമ്മൾ അതന്നെ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. പക്ഷേ ഇവിടെ ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ സർക്കാർ സംവിധാനങ്ങളിൽ എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ അപ്പോൾ പാകപ്പിഴവുണ്ടാകും. പക്ഷേ ഇത് കൃത്യമായിട്ടുള്ള ഹോസ്പിറ്റലിലുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കൃത്യമായ അനാസ്ഥയാണ്. ഇതിൻ്റെ പ്രശ്നം ചെന്ന് കൊള്ളെടുക്കുകയാണെന്നറിയോ? ഇതൊരു സർക്കാർ വിരുദ്ധമായൊരു മനസ്സിലേക്ക് കൊണ്ടെത്തിക്കും. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു ചുമ ബാധിച്ചിട്ട് ഭയങ്കര കഫക്കെട്ടുമായിട്ട് 1.5 മാസമായി ഞാൻ അനുഭവിക്കണം. 2 എന്താ പറയുക പ്രൈവറ്റ് ഡോക്ടർമാരെ ഞാൻ കാണിച്ചു, നല്ല വിലയുള്ള മരുന്ന് കഴിച്ചു, മാറാത്ത ഞാൻ സർക്കാർ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്കൊരു രൂപ ചിലവായിട്ടില്ല. ഒരൊറ്റ 3 ദിവസം കൊണ്ട് എൻ്റെ അസുഖം മാറി. ഇപ്പോൾ ചെറിയ തോതിൽ ചെറിയൊരു ചുമയും കഫയും ബാക്കിയുള്ളൂ, അത് മാറുമെന്ന് പ്രതീക്ഷിക്കും. എന്നാലും വളരെ വലിയൊരു ആശ്വാസമാണ്. ഇങ്ങനെ സാധാരണക്കാരെ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു അവസ്ഥ ഈ രീതിയിലാണെങ്കിൽ ഇത് ശരിക്കും കൃത്യമായുള്ള നടപടി വേണം. വലിയ ആളുകളാണെങ്കിൽ അമേരിക്കയിൽ കൊണ്ടുപോയി ചികിത്സ, മറ്റ് സ്വകാര്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ, ഒരു ശ്വാസം മുട്ട് വരുമ്പോൾ ഒന്ന് സർക്കാർ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർക്കൊരു സേവനം കിട്ടുന്നില്ലെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ ഭരണകർത്താക്കൾ ഇതിന് പുനഃപരിശോധന നടത്തണം, കൃത്യമായുള്ള നടപടി എടുക്കണം. കാരണം നാളെ എനിക്കോ നിങ്ങൾക്കോ ആർക്കും വരാവുന്ന ഒന്നാണ്. സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ട് സംസാരിക്കുന്നതാണ്. കാര്യം ഇനി ഒരാൾക്കിത് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ വീണ്ടും സങ്കടപ്പെടുകയാണ്. ഞാൻ ആ ഭാര്യനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചു, എന്തൊരു നിസ്സഹായതയാണെന്നല്ലേ. സ്വന്തം ഭർത്താവുമായിട്ട് ശ്വാസം മുട്ടിയിട്ട് കിടന്നു പോകുമ്പോൾ ആ മനുഷ്യന് അയാളാകെ പാനിക്കാവുകയാണ്. അയാൾ പാനിക്കായിട്ട് അലറി വിളിക്കുന്നുണ്ട്, 2 മക്കളാണ്, ഞാൻ മരണപ്പെട്ടു പോകും. ആ സമയത്തൊന്നും ഈ ഗ്രില്ല് തുറക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് തുറന്ന് ഒരു നായ കടക്ക അവിടെ സെക്യൂരിറ്റിനെ ആക്കിയിട്ടില്ലേ? അതല്ലേ നോക്കേണ്ടത്? ഒരു രാത്രി 1:30 മണിക്കാണ്, പുലർച്ചെ 1:30 മണിക്കാണ് ഇവർ ഹോസ്പിറ്റലിൽ എത്തുന്നത്. എന്തായാലും നമ്മൾ ദുആ ചെയ്യുക, അള്ളാഹു അവർക്ക് എന്താ പറയുക ആശ്വാസം കൊടുക്കാൻ, ക്ഷമ കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്തായാലും അവർക്കൊരു നീതി കിട്ടണം. ഏതായാലും ആ ഹോസ്പിറ്റൽ അധികൃതരുടെ ഭാഗത്ത് മനഃപൂർവ്വമുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൃത്യമായുള്ള നടപടി ആരോഗ്യവകുപ്പ് എടുക്കണം. ഇൻഷാ അല്ലാഹ് കൂടുതലൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇന്നലെ പൊതുപരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് പേര്, എനിക്ക് അൽഹംദുലില്ലാ ഒരുപാട് ഇഷ്ടമായി. എല്ലാവരും അവരുടെ മക്കൾ പഠിക്കുന്ന 5ാം ക്ലാസ്, 7ാം ക്ലാസ്, 10ാം ക്ലാസ് എല്ലാവരും പറഞ്ഞു ഇപ്പം ഇന്നിതാ പൊതുപരീക്ഷ അവസാനിച്ചു, മക്കൾക്കൊക്കെ നല്ല മാർക്കോടുകൂടി പാസ്സാവട്ടെ. ഇപ്പോൾ ഈ വീഡിയോയിൽ കമൻ്റ് ഇട്ടവരുടെയും എല്ലാവരുടെയൊക്കെ മക്കൾ പൊതുപരീക്ഷ എഴുതുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഉന്നത വിജയം നടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അതിൽ പറഞ്ഞിരുന്നു, ഇങ്ങനെ നമ്മളന്ന് പറഞ്ഞിരുന്നു, കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് പഠിച്ചത് മറക്കാതിരിക്കാൻ വേണ്ടി ചില ടെക്നിക്ക് ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ പൊതുപരീക്ഷ വരുന്നുണ്ടല്ലോ 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും. അതിന് മുൻപ് ഞാനൊരു ഷോർട്സ് ഇടേണ്ട, അതിൽ കൃത്യമായിട്ട് പറയാം. നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, അത് നിങ്ങൾ തയ്യാറാവണം. പഠിയാത്തവർക്ക് അതേപോലെ മറന്നു പോകുന്ന ആളുകൾക്ക് വേഗത്തിൽ പഠിയാൻ ഇൻഷാ അല്ലാഹ് ചില ടെക്നിക്കുകളുണ്ട്, ചില മന്ത്രങ്ങളുണ്ട്. മന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടുന്ന കുറച്ച് തെറാപ്പികളാണത്. കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. എന്തായാലും ആ ഒരു ഉസ്താദിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ ഒരുപാട് പേര് അവരുടെ മക്കൾ 10ാം ക്ലാസ് പൊതുപരീക്ഷ എഴുതുന്ന കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെ മക്കൾ ഇതിന് ഇൻവോൾവ്ഡ് ആണ്. ഇനി അതിൽ വേറൊരു കാര്യമുള്ളത്, AP-ക്കാരുടെ മദ്രസയിലെ പൊതുപരീക്ഷ അടുത്ത ശനിയും ഞായറാണോ സംശയമുണ്ട്. അങ്ങനെയാണ് ഇൻഷാ അല്ലാഹ് ആ കുട്ടികൾക്കും അത്രയും നല്ല വിജയം അല്ലാഹു സമ്മാനിക്കട്ടെ. അങ്ങനെ പൊതുപരീക്ഷ അടുത്ത ശനിയും ഞായറും പൊതുപരീക്ഷ എഴുതുന്ന ആളുകളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യണം. ആരൊക്കെ അടുത്ത ശനിയും ഞായറും AP സിലബസിൽ പൊതുപരീക്ഷ എഴുതുന്ന ആളുകളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വിവരങ്ങളും കൂടി താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് പൊതുപരീക്ഷ എഴുതിയ എല്ലാ കുട്ടികൾക്കും അല്ലാഹു അർഹമായ വിജയം കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും ഈ യുവാവിനോട് നമുക്ക് പരിചയമില്ലാത്ത, നമ്മളറിയാത്ത, നമ്മൾ ഒരിക്കൽ പോലും കാണാത്ത ഈ സുഹൃത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ദുആ ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.